ഹായ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നത്. നമുക്കൊരു ഓഡിയോ അപ്ഡേഷൻ ചെയ്യണം, പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റമറെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. ആ കസ്റ്റമർ വണ്ടിയാണ് ഇരിക്കുന്ന സിയാസ്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ക്ലാരിറ്റിയാണ് മെയിൻലി വേണ്ടത്. പിന്നെ കാണാൻ കുറച്ച് ലുക്കാക്കണം. ഇത് കൂടാണ്ട് അദ്ദേഹം ഒത്തിരി ഷോപ്പുകൾ അന്വേഷിച്ചു, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേർന്നതും. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് പറഞ്ഞു വെച്ചാലും ആ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബ്രാൻഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതും കിടിലൻ രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ കംപ്ലീറ്റ്ലി ഈ വണ്ടിയുടെ എല്ലാ പാർട്സും, ഈച്ച് ആൻഡ് എവറി പാർട്സ് നമ്മൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അത് ഡാമ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ വണ്ടിയിൽ ഏകദേശം 1.8 lakhs വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഡിയോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. കമോൺ. റൂഫ്, അതുപോലെ നമ്മുടെ മാറ്റ്, അതുപോലെ ഡോർ പാഡുകൾ, സീറ്റ് എല്ലാം ഓപ്പൺ ചെയ്തു. നമ്മൾ ഫൈബർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡാമ്പിങ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൽ അടിയിൽ മാറ്റൊക്കെ ഊരി അടിയിൽ നമ്മൾ ഡാമേജ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ള ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ഡാമേജ് ചെയ്യുമ്പോൾ പുറത്തുള്ള നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിങ് യൂസ് ചെയ്യണത്. കൂടാതെ തന്നെ നമ്മുടെ റോഡിൻ്റെ നോയ്സ്, ഇപ്പോൾ ടയറൊക്കെ തിരിയുമ്പോഴുള്ള നോയ്സ് ഉണ്ടായിരിക്കും. പല റോഡുകളിലും പല നോയ്സ് വരുന്നുണ്ട്. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ നമ്മൾ ഡാമ്പിങ് ചെയ്യണത്. കൂടാതെ തന്നെ നമ്മൾ റൂഫ് അഴിച്ചിട്ട് റൂഫിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി ഒരുപാട് സൗണ്ടൊക്കെ പുറത്തുനിന്ന് വരുന്ന കുറയും. അതുപോലെ ഡോർ പാഡുകൾ ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് വെച്ചാലും സൗണ്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ ആ വണ്ടിയിൽ ഡോർ ഡാമ്പിങ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോർ ഡാമ്പിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒരു 1000 rupees മുതൽ നമുക്ക് ഡോർ ഡാമ്പിങ് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ പാൻ ഇന്ത്യ ഓൺലൈൻ സർവീസ് ഉണ്ട്. ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് ഡാമ്പിങ് ഷീറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മളെല്ലാവരും ഡാമ്പിങ് എടുക്കുന്ന സമയത്ത് ഡാമ്പിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കണം, ബ്രാൻഡ് നോക്കണം, എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നോക്കണം. നമുക്ക് ഇതുപോലെ പണ്ടൊരു പ്രാവശ്യം ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്ന് ഇതിനെക്കുറിച്ച് നോളേജ് ആയി വരുന്ന സമയത്ത് നമ്മൾ ചെയ്തൊരു വണ്ടിയിൽ പറ്റിയൊരു മിസ്റ്റേക്കാണ്. നമ്മുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് അല്ലാത്ത കാരണം ഹീറ്റ് അടിച്ചിട്ട് അത് കംപ്ലയിൻറ്റ് വന്നു. ഡോർ പാഡിൽ അത് കുടുങ്ങി. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇതിന് ഒരുപാട് റിസർച്ച് നടത്തി വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഡാമ്പിങ് ഷീറ്റാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമ്മളതിന് ലൈഫ് ലോങ് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. സോണിയുടെ 4 channel ആംപ്ലിഫയറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ 4 channel ഇൻസ്റ്റാൾ ചെയ്യണത്, സോണി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള സ്പീക്കേഴ്സിനും ബാക്കിലുള്ള സ്പീക്കേഴ്സിനും വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിൽ നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബാക്കിൽ നമ്മൾ കോയാക്സിയലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബ്രാൻഡ് നമ്മുടെ ഇൻഫിനിറ്റിയാണ്. സബ് ഊഫറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോക്ക്ഫോർഡിൻ്റെ സബ് ഊഫറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് JBLൻ്റെ ആംപ്ലിഫയറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മോണോ ബ്ലോക്ക് JBLൻ്റെ ആംപ്ലിഫയർ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് റോക്ക്ഫോർഡിൻ്റെ തന്നെ ആംപ്ലിഫയർ ഇൻസ്റ്റാൾ ചെയ്യാത്തതെന്ന്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ പ്രൈസും, രണ്ടാമത് ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മോണോ ബ്ലോക്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള JBLാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ 2 ആംപ്ലിഫയറും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള നമ്മുടെ ബ്ലൂ പങ്കിൻ്റെ വയറിംഗ് കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗേജ് സ്പെസിഫിക്കേഷനൊക്കെ സാധാരണ വയറിംഗ് കിറ്റ് പോലെയല്ല. നല്ലൊരു അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉള്ള ഗേജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വയറിംഗ് കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഓഡിയോ വയർ വരിക, അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും നമ്മുടെ പവർ കേബിൾ വരിക. അതിനെല്ലാം കറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടികളൊക്കെ ജസ്റ്റ് ബേൺ ആവണ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ എപ്പോഴും ടെക്നിക്കൽ രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫ്യൂസ്, വയറിങ്, അതുപോലെ ടാഗിങ് ഒക്കെ ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നമ്മൾ ചെറിയൊരു പൈസയുടെ ലാഭം നോക്കിയിട്ട് ഒരിക്കലും ഒരു ലോക്കൽ വയർ ഉപയോഗിക്കരുതെന്നാണ് നമ്മുടെ സജഷൻ. നമ്മുടെ പ്രോപ്പർ വയറിങ്ങും പ്രോപ്പർ ഇൻസ്റ്റാളേഷനും ചെയ്യണ ഒരു വണ്ടികൾക്കും പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് ഒത്തിരി പേർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം, സബ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലെ ഓരോ ഫേക്ക് ന്യൂസും അതുപോലെ കാണുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നോക്കുക, എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കുക. അതുപോലെ തന്നെയാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്തും അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കുക. കാരണം എപ്പോഴും നമ്മുടെ സേഫ്റ്റി ഫസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സിയാസിൻ്റെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്.
മെയിൻലി പർപ്പസ് നമ്മുടെ ഓഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഡിയോൻ്റെ ക്ലാരിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കേട്ടോ. ആദ്യം തന്നെ എല്ലാ പാർട്സുകളും നമ്മൾ ഊരി അതിനുശേഷം നമ്മൾ ഡാമ്പ് ചെയ്തു. ഡാമ്പിങ് നമ്മൾ പറഞ്ഞത് ഏറ്റവും അടിപൊളി ക്വാളിറ്റിയാണ് ചെയ്തേക്കണേ. അത് ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തു ഡോറിലെ. അതുപോലെ തന്നെ സബ് വൂഫർ ഇൻസ്റ്റാൾ ചെയ്തു. സബ് വൂഫർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി വയേഴ്സാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമ്മൾ 2 ആംപ്ലിഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സബ് വൂഫറിന് വേണ്ടി മോണോബ്ലോക്ക് ആംപ്ലിഫയറും സ്പീക്കേഴ്സിന് വേണ്ടി 4 ചാനൽ ആംപ്ലിഫയറും. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, നമ്മളിതൊരു OE ഫിറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇതൊന്ന് പുറത്ത് നോക്കിയാൽ ഒരു വയറിങ് പോലും നമ്മൾ പുറത്ത് കാണില്ല. നമ്മൾ ഈച്ച് ആൻഡ് എവരി വയർ നമ്മൾ സ്ലീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടാഗ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് നോർമൽ ഇൻസുലേഷൻ ടാപ്പ് ഒന്നും നല്ല ഉപയോഗിച്ചാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് സാധനം വെച്ചിട്ടാണ് നമ്മൾ ടാപ്പൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൗണ്ട് ഇൻസ്റ്റാളേഷനും ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒത്തിരി മാറിയിട്ടുണ്ട്. അതായത് ആദ്യം വന്നിരുന്ന സൗണ്ട് ക്വാളിറ്റി അല്ല, ശരിക്കും നല്ലൊരു പ്രീമിയം കാറിൽ വരുന്ന അതേ ഒരു ലുക്ക് തന്നെ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സൗണ്ടിൽ വെച്ചാൽ നല്ലൊരു എഫക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ ട്യൂണിങ് തന്നെയാണ്. നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ട്യൂൺ ചെയ്തേക്കുന്നത്. സാധാരണ നോർമലി ട്യൂൺ ചെയ്യണ പോലെയല്ല, നമ്മളൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള സംഭവമാണ്, നമ്മൾ ഈ പാഡുകളൊക്കെ ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ ഇതൊക്കെ ഓപ്പൺ ചെയ്യും, തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലൂസ് വരുമോ സൗണ്ട് വരുമോ എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു സംഭവം ഇല്ല, പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ തന്നെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ടൂൾസൊക്കെ വരുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവേഴ്സ് ഒന്നും ഉപയോഗിച്ചല്ല നമ്മളത് ഓപ്പൺ ചെയ്യുന്നത്, അതിനായിട്ടുള്ള ടൂൾസ് വരുന്നുണ്ട്. പല ആൾക്കാർക്കും അത് അറിയില്ല, നോളജ് ഇല്ലാത്ത കാരണം. പക്ഷേ നമുക്ക് അതിനായിട്ടുള്ള സ്പെഷ്യലായിട്ട് ടൂൾസ് അവൈലബിൾ ആണ്, ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യുക. വണ്ടി ഓടുമ്പോൾ ഒരു സൗണ്ട് വരുമോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട സംഭവമാണ് ഇതിൻ്റെ ഡാമ്പിങ്. നമ്മൾ വണ്ടി വരുമ്പോൾ ഡോറുമ്പോൾ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഡോറിൻ്റെ സൗണ്ട് അറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹാർഡായി, അതുകൊണ്ട് തീരെ തന്നെ നോയ്സ് ഒന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല. അതുപോലെ തന്നെ റോഡ് നോയ്സ്, വണ്ടി ഓടുമ്പോഴുള്ള റോഡ് നോയ്സൊക്കെ വളരെയധികം കുറഞ്ഞു. റൂഫ് ചെയ്ത കാരണം നമുക്ക് പുറത്തുനിന്നുള്ളതായാലും നല്ലോണം സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ബാധിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രീമിയം സ്പീക്കർ വെച്ചാൽ മാത്രം പോരാ, ആ വണ്ടിയിൽ ഡാമ്പിങ് കൂടി ചെയ്തിട്ട് ഒന്ന് ഓഡിയോ അപ്ഗ്രേഡേഷനിലേക്ക് വരുത്തണം. എന്നാലാണ് നമ്മൾ വെക്കുന്ന ക്വാളിറ്റി സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ വണ്ടിയിൽ ഓഡിയോ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഏറ്റവും പ്രീമിയം വണ്ടിയായിട്ടുള്ള ബെൻസ്, BMW അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ നമ്മൾ പറഞ്ഞ് ഇടാൻ പോകുന്നുണ്ട്. പ്രീമിയം ബെൻസ് നമുക്ക് വന്നിട്ടുണ്ട്, അതിലാണ് നമ്മൾ ഓഡിയോ അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓൾ ഇന്ത്യ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. പ്രൊഡക്റ്റായിട്ട് നമുക്ക് അയച്ചു തരാൻ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി മടിച്ചിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്തോ. പഴയ പാട്ട് കേട്ട് മടുത്തില്ലേ, അപ്പോൾ ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ വേഗം വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തോ.